അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. MDC അറബിക് BA തേർഡ് സെമസ്റ്ററിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ 5 വഹദ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും എക്സാമിന് വരാൻ ഏറ്റവും സാധ്യതയുള്ളതായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് 6ാമത്തെ യൂണിറ്റും മുതലുള്ള അവസാനം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 6ാമത്തെ യൂണിറ്റ് മുതലുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. 6ാമത്തെ യൂണിറ്റ് അൽ അലാഖത്തുൽ ഹളാരിയ വൽ ഫിക്രിയ ബൈനൽ ഹിന്ദി വൽ അറബ്, അതായത് അറബികളും അതുപോലെ ഇന്ത്യയും തമ്മിലുള്ള ചിന്താപരമായിട്ടും നാഗരികപരമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചിട്ടാണ് ഈ 6ാമത്തെ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു പാഠം ഡോക്ടർ മുഹ്യിദ്ദീൻ ആലുവായി അദ്ദേഹത്തിൻ്റെ PhD തിസീസിൽ അദ്ദേഹം സമർപ്പിച്ച ഒരു പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പുസ്തകത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള പേരാണ് കൊടുത്തിട്ടുള്ളത് അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ വ തതവ്വുറുഹ ഫി ശിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ എന്ന ആ കിതാബിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ഫിക്രയോ എസ്സയോ ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ ആദ്യം മുഹ്യിദ്ദീൻ ആലുവായാണ് ഇത് എഴുതിയത്, അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എന്നൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കൽ അനിവാര്യമാണ്. ഇനി ഈ പാഠത്തിൽ ഉള്ള കുറച്ച് പ്രധാനപ്പെട്ട ഇന്ത്യയും അറബികളും തമ്മിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതിയാവും. അതിലൊന്ന് പറയുന്നത്, ലോകത്ത് ടോട്ടലി 3 നാഗരികതകൾ, വലിയ നാഗരികതകൾ എന്ന് പറയുന്നത് സലാസു ഹളോറാത്തിൻ ഇൻസാനിയ കുബ്ര, മനുഷ്യൻ്റെ വലിയ കബീറായിട്ടുള്ള നാഗരികതകൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ് എന്ന് പറയുന്നുണ്ട്. 1 ഹളാറത്തു സോമരിയൻ, 2 ഹളാറത്തു മിസ്ർ, 3 ഹളാറത്തുൽ ഹിന്ദ്. അപ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഇന്ത്യയും അതുപോലെ മിസ്റും ഇവരൊക്കെ എത്രത്തോളം ലോകത്തിൽ പ്രധാനപ്പെട്ട ഒരു നാഗരികതകളാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട 3 നാഗരികതകളിൽ ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് മിസ്റിനെയും എണ്ണുന്നുണ്ട്. ഈ ഒരു രചനയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അബ്ദുൽ കരീം ഷഹർസ്ഥാനി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് അൽ മിലലു വന്നഹൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖിബാറുൽ ഉമമി അർബഅത്തുൻ, അതായത് വലിയ സമൂഹങ്ങൾ എന്ന് പറയുന്നത് അത് 4 എണ്ണമാണ്, ലോകത്ത് 4 എണ്ണമാണ്. 1 അറബികളാണ്, 2 അജമികളാണ്, 3 റോം, 4 ഹിന്ദ്. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമൂഹമാണ് ഇന്ത്യയും അറബികളും എന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സുമ്മ സിവാജു ബൈന ഉമ്മത്തി ഉമ്മ, പിന്നെ ഓരോ സമൂഹവും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നത് പോലെ അതിൽ നിന്നും പിരിഞ്ഞുണ്ടായതാണ് എന്നാണ് ഷഹർസ്ഥാനി അദ്ദേഹത്തിൻ്റെ കിതാബിലൂടെ പ്രസ്താവിക്കുന്നത്. പിന്നെ ഇന്ത്യയും അറബികളും എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നൊരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ ഒന്നാമത്തത് അത്തക്കാറുബുൽ ജഗ്രാഫിയാണ്. ജിയോഗ്രഫിക്കലായിട്ട് ഇന്ത്യയിലെ ജിയോഗ്രഫിക്കൽ കണ്ടീഷനും അതുപോലെ തന്നെ അറബ് വേൾഡിലെ ജിയോഗ്രഫിക്കൽ കണ്ടീഷനും ഏകദേശം ഒരേ രൂപത്തിൽ സാദൃശ്യമായി കിടക്കുന്നതാണ് എന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തഅല്ലുഖു ബൈന ലുഗത്തിൽ അറബിയ വ സംസ്കൃതിയ, അറബി ഭാഷയും സംസ്കൃത ഭാഷയും അതിൻ്റെ ഒരു കണക്ഷൻ ഇതിൽ പറയുന്നത്. കാരണം ഈ സംസ്കൃതം ഇന്ത്യയുടെ ഭാഷയായിരുന്നു അന്ന്, അറബ് അവിടുത്തെ ഭാഷയും. അതുപോലെ തന്നെ അത്തക്കാറുബുൽ അഖാഇദിയിലെ വിശ്വാസപരമായിട്ടുള്ള അടുപ്പങ്ങൾ, പിന്നെ പ്രത്യേകിച്ചും മിസ്റിലൊക്കെ ഈ കല്ലുകളെയും അതുപോലെ തന്നെ മരങ്ങളെയൊക്കെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയിലും എന്തുണ്ട്, അത്തരത്തിൽ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു ബന്ധം
അറബികളും പിന്നെ ഇന്ത്യക്കാരും തമ്മിലുണ്ട് എന്ന് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു പേരാണ് താരാചന്ദ്. താരാചന്ദ് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന കുല്ല മിനൽ ഹിന്ദി വൽ അറബി ആലമേനി മുത്തശാബഹീൻ. ഇന്ത്യയും അറബും എന്ന് പറയുന്നത് നല്ല സാദൃശ്യമുള്ള രണ്ട് ലോകങ്ങളാണ്, എന്ന് താരാചന്ദ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അഖീദത്തുൽ വസനിയ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വിഷയത്തിൽ മിസ്റിലൊക്കെ, അതേപോലെ ഇന്ത്യയിലും ആരാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയും അതുപോലെ തന്നെ അറബികളും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഒരു പിന്നെ ബന്ധം, അലാക്കത്ത് നാഗരികപരമായിട്ട് തന്നെ നല്ല ബന്ധമുണ്ട് എന്ന് പിന്നെ ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതിലധികം ധാരാളം പോയിൻറ്റുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയ പോയിൻറ്റുകൾ സെലക്ട് ചെയ്തിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം. റിഹ്ലത്ത് ഇബ്നു ബത്തൂത്തയുടെ യാത്ര. അപ്പോൾ ഈ ഒരു പാഠത്തു നിന്ന് ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആരായിരുന്നു ഇബ്നു ബത്തൂത്ത എന്നുള്ളത്. ഇബ്നു ബത്തൂത്ത റഹാലത്തുല്ല, അദ്ദേഹം ഒരു ട്രാവലറാണ്. നമ്മൾ ഇസ്ലാമിലെ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരാരാണ്? ഇബ്നു ബത്തൂത്തയാണല്ലേ. അപ്പോൾ അദ്ദേഹം റഹാലത്താണ്. മുഅർരിഖുൻ മഗ്റബിയൻ, അദ്ദേഹം ഒരു മൊറോക്കോ ചരിത്രകാരൻ കൂടിയാണ് ഇബ്നു ബത്തൂത്ത എന്ന് പറയും. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമ്മൾ എന്തായാലും കൊടുക്കണം അദ്ദേഹത്തെക്കുറിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ യാത്ര റിഹ്ലത്തുഹു മിനൽ മഗ്രിബി ഇലാ മക്ക. അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് മഗ്രിബിൽ നിന്നും മക്കയിലേക്കാണ്. അദാ ഇൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ധാരാളം ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള ധാരാളം രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ സിയാറത്തുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇനി അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന സമയത്ത്, പ്രത്യേകിച്ച് മലബാറിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം കണ്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിലുള്ള ഒന്നാണ് തമ്മീസു ത്വബക്കി. ഇവിടെയുള്ള ജാതീയ വേർതിരിവ് അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മുംബൈനൽ മുസ്ലിമി വൽ ഹനാദിക്കിലെ മുസ്ലിമീങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ കഴിച്ച പാത്രത്തിൽ എന്ത് ചെയ്യില്ല, ഹിന്ദുക്കൾ കഴിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആചാരങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ജാതീയ വേർതിരിവ് ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ് അൽ ബുയൂത്ത് വൽ ബസാത്തിൻ്റെ, ഇവിടുത്തെ വീടുകളും അതുപോലെ പൂന്തോട്ടങ്ങളൊക്കെ. അതായത് എല്ലാ വീടുകളിലേക്കും പോകുന്നതും കുറേ പൂന്തോട്ടങ്ങളെ ഇടയിലൂടെയൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഭംഗി കൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ് പറയുകയാണ് അല്ലേ. എല്ലാ വീടുകൾക്ക് ചുറ്റും നല്ല പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം വസായിലുൽ മുവാസലാത്ത്, ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ എന്തില്ല ലാ യുസാഫിറു ബി ദാബത്തിൻ, ആരും മൃഗത്തിൻ്റെ മേലെ യാത്ര ചെയ്യുന്നില്ല. കാരണം അറബികളൊക്കെ കുതിരയുടെ മേലും കഴുതയുടെ മേലൊക്കെ യാത്ര ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇവിടെ മൃഗത്തിൻ്റെ മേലിൽ അങ്ങനെ ആരും യാത്ര ചെയ്യാറില്ല. മൃഗം ഒരു വാഹനമായിട്ട് ആരും ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ കുതിരകൾ തന്നെ ലാ തെക്കുൽ ഖൈലു ഇല്ല ഇന്ദ സുൽത്താനിൻ, ഭരണാധികാരിൻ്റെ അടുത്തൊക്കെ കുതിരകളൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ എല്ലാ ജനങ്ങളുടെ അടുത്തും അങ്ങനെ കുതിരകളൊന്നുമില്ല. അങ്ങനെ ഇവിടുത്തെ യാത്ര കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്ന് അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം ആ ഭാഗങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ സലാത്തീനു ആദാത്തിഹിം, ഇവിടുത്തെ സുൽത്താൻമാരും അവരുടെ ആചാരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ 12 സുൽത്താൻമാരാണുള്ളത്. ആ 12 സുൽത്താൻമാരിൽ തന്നെ കവിയുണ്ട്, അതുപോലെ ദ്വഈഫ് ഉണ്ട്. ഈ കവിയ് ദ്വഈഫ് എന്നൊക്കെ പറയുന്നത് അവിടെ അംഗബലം കൊണ്ടാണ്. കവിയിന് നല്ല അംഗബലങ്ങളും കുറേ കുതിരകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദ്വഈഫിന് അത്ര തന്നെ ഉണ്ടാവില്ല. അങ്ങനെ 2 തരത്തിൽ ഇവിടെ സുൽത്താൻമാരുണ്ട് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ കുരുമുളകിനെ പറ്റിയിട്ട് ദിക്റുൽ ഫുൽഫുൽ, കുരുമുളകിനെ പറ്റിയിട്ടും ഇവിടുത്തെ കൃഷി രീതികളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ യാത്രയെക്കുറിച്ചൊരു ഫിക്കറൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റുകൾ സെൻട്രലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അതിൽ ഇബ്നു ബത്തൂത്തയെ പറ്റിയിട്ടുള്ള പോയിന്റുകൾ കൂടി നമ്മൾ പറയണം. ഇതിൽ കൊടുത്തത് അദ്ദേഹം ജസ്റ്റ് ഒരു ട്രാവലർ മാത്രമാണെന്നാണ്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹം വിസിറ്റ് ചെയ്ത രാജ്യങ്ങളെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 7ാമത്തെ യൂണിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി 8ാമത്തെ യൂണിറ്റാണല്ലേ മാ തെഹ്കി ഷഹർസാദി എന്ന് പറയുന്ന ഒരു കഥയാണ്. മനോഹരമായിട്ടുള്ള, നമുക്കൊക്കെ നന്നായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഥയാണ് മാ തെഹ്കി ഷഹർസാദി എന്ന് പറയുന്നത്. ഈ കഥ എഴുതിയിട്ടുള്ളത് ഡോക്ടർ മുഹമ്മദ് ഷാഫി. അദ്ദേഹമാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമായിട്ടുള്ള അൽ-യൗം തബസ്സംത് എന്നുള്ള ഒരു സമാഹാരത്തിൽ ഉള്ള ഒരു കഥയാണ് മാ തെഹ്കി ഷഹർസാദി എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥയിൽ ഒരു ഭർത്താവ് വളരെ ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് വരികയാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഭാര്യമാർ പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ലല്ലേ. പക്ഷേ ഭാര്യ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഭർത്താവിനോട് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്നതിലൂടെ അദ്ദേഹത്തിനെ കേൾക്കാനുള്ളൊരു ത്വരയും ഒക്കെ വരികയാണ്. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നൊരു സംഭവമാണ് മാ തെഹ്കി ഷഹർസാദി എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഭാര്യ ഈ ഭർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഹബീബി, എൻ്റെ പ്രിയതമല്ലേ, ഹൽ ഫക്കർത്ത യൗമൻ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഫി വലിയ ഇമ്രായത്തിൻ ഫുക്കിദത്ത് സൗജുഹ, ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെ അവസ്ഥയെക്കുറിച്ച്, ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലദൈഹ അത്ഫാലുൻ സിഗാറൻ, അവൾക്ക് ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുള്ള ഒരു ഭാര്യ, ആ ഭാര്യയുടെ ഭർത്താവ് മരിക്കുന്ന ദിവസത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവിന് ഭയങ്കര ആശ്ചര്യമായി. എന്തുകൊണ്ടപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം? എന്തെങ്കിലും അപകടം ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ കഥയിലെ ഭാര്യ എന്ത് ചെയ്യുന്നത്, ആ ഭാര്യയുടെ സുഹൃത്തായിട്ടുള്ള ജൽവ എന്നൊരു സ്ത്രീയുണ്ട്, ആ ഭാര്യയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ജൽവയുടെ കഥ പറയാണ്. അവൾ എന്തായിരുന്നു, കാനത്ത് സഈദത്തൻ, ജൽവ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പെണ്ണായിരുന്നു. അവൾ വിവാഹം കഴിച്ച് ഫിൽ ഖലീജി, അവർ ഗൾഫിൽ ഇങ്ങനെ സന്തോഷത്തോടെ താമസിക്കായിരുന്നു. സൗജുഹു മുഹന്ദിസുൻ, ആ ജൽവയുടെ ഭർത്താവ് എന്തായിരുന്നു, ഒരു എൻജിനീയറായിരുന്നു. അങ്ങനെ അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് മാത്തത്ത് സൗജുഹ, ആ ജൽവയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും അങ്ങനെ പിന്നെ അവർ ഗൾഫിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് മടങ്ങുകയാണല്ലോ. അങ്ങനെ ആദത്ത് ഇലാ ബലദിഹ, അവളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. അങ്ങനെ മടങ്ങുന്ന സമയത്ത് വസ്തഖ്ബലഹ അഹ്ലുഹ വ അഹ്ലു സൗജിഹ, എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും അവളുടെ കുടുംബവും അതുപോലെ തന്നെ അവളുടെ ഭർത്താവിൻ്റെ കുടുംബമൊക്കെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഭർത്താവ് മരിച്ചൊരു പെണ്ണ് വരികയാണല്ലോ, അപ്പോൾ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കും. അത് നമ്മുടെ നാട്ടിലൊരു സംഭവമാണല്ലേ. മരണപ്പെട്ട് ആ ഉടനെ ഭയങ്കര സ്നേഹവും കരുണയൊക്കെ ആയിരിക്കും. പക്ഷേ ഖുലൂബു ഷഫഖത്തി വർ റഹ്മത്തി, ആ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയൊക്കെ കൽബുകൾ അഖദ് തർത്തദി ലിബാസൽ കറാഹിയത്തി വല്ലിഹിമാൽ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വസ്ത്രങ്ങൾ അണിയാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ സമയത്ത് എല്ലാവർക്കും നല്ല കരുണയും സ്നേഹമൊക്കെ ഉണ്ടാവും. പിന്നെന്ത് ചെയ്യും, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യം കൂടി ഇവിടെ കഥാകൃത്ത് വ്യക്തമാക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ സ്വാഭാവികമായിട്ടും എന്തായി, ജൽവ കുറേ ടെൻഷനിലും ബുദ്ധിമുട്ടിലൊക്കെ ആയി. കാരണം മക്കളുണ്ടല്ലോ. അങ്ങനെ അവൾ ജോലി ചെയ്യാൻ പോയി, കുറേ വീടുകളിലേക്ക് വൃത്തിയാക്കാനും അങ്ങനെ നല്ല ഹാർഡ് വർക്ക് ഉള്ള കുറേ ജോലികളിലേക്ക് അവൾ നിർബന്ധിതരായി. അങ്ങനെ അവസാനം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ട് സഹിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട്, കഥയുടെ അവസാനത്തിൽ അവൾ പറയുന്നുണ്ട്, ഇന്നി അക്കാദു അൻ അമൂത ഫീ കസീരി മിനൽ അഹ്യാൻ, ധാരാളം സാഹചര്യങ്ങളിൽ ഞാൻ മരണത്തോട് അടുത്തിട്ടുണ്ട്. എത്തരത്തിൽ കിത്തു അൻ അഖ്തല നഫ്സി വൻതഹർ, ഞാൻ എൻ്റെ നഫ്സിനെ കൊല്ലാനും അതുപോലെ തന്നെ ഒന്ന് ആത്മഹത്യ ചെയ്താലോ അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അത്രക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വലാക്കിൻ തിഫ്ലയ്യ, പക്ഷേ എൻ്റെ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെയും ജീവിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, മക്കളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാണ്, ജോലിക്ക് പോയിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അത്രക്കും ബുദ്ധിമുട്ട് സഹിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നും. പക്ഷേ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ അവർ നിരപരാധിയാണല്ലോ, ബരീയയാണല്ലേ, അവർ നിരപരാധികളാണ്. അപ്പോൾ അവരുടെ കാര്യം ആലോചിച്ചിട്ടാണ് പിന്നെ ഞാൻ ജീവിക്കുന്നത് എന്ന് ജൽവ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നമുക്ക് കഥാകൃത്ത്
ഒരു മനോഹരമായൊരു മെസ്സേജ് ഈ കഥയുടെ അവസാനത്തിൽ തരുന്നുണ്ട്. എന്താണ്? ഔറാഖുൽ അഷ്ജാരി സ്വഗീറത്തി തംനഉ ബിഖുവ്വതിഹ തോഖത്ത് ഷംസിൽ ഹാറത്തി വതുറാഇ അബ്നാൽ ഇൻസാനി ഫി ളില്ലിഹ. അതായത് നമ്മുടെ ചെറിയ മരങ്ങളുണ്ടല്ലോ, ഔറാഖു ഷജറത്തി സ്വഗീറത്തി, ചെറിയ മരങ്ങൾ, അതിൻ്റെ ഇലകൾ അതെന്ത് ചെയ്യും? തംനഉ ബിഖുവ്വതിഹ തോഖത്ത് ഷംസിൽ ഹാറത്തി, നല്ല ചൂടുള്ള സൂര്യൻ്റെ ആ വെയിലൊക്കെ അത് കൊണ്ടിട്ട് മനുഷ്യന്മാരെന്ത് ചെയ്യും? ആ മരത്തിൻ്റെ അടിയിൽ തണലായിട്ട് നിൽക്കില്ലേ? അപ്പോൾ മനുഷ്യന്മാർക്ക് ഇത് തണൽ കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്താണ്? അത് ആ മരങ്ങളുടെ ഇലകൾ ശക്തമായ ചൂടിനെ പ്രതിരോധിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ ആ കുട്ടികൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു ഉമ്മ അവിടെ എരിഞ്ഞ് അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ അനന്തരഫലമാണ്. ഇങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു കഥയാണ് മാ തഹ്കി ഷഹർസാദി എന്ന കഥയിലൂടെ കഥാകൃത്ത് നമുക്ക് നൽകുന്നത്. നല്ലൊരു മെസ്സേജാണ് ഇതിലൂടെ നൽകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 8ാമത്തെ യൂണിറ്റിലെ കഥ എന്ന് പറയുന്നത്. ഈ നമ്മുടെ 9ാമത്തെ യൂണിറ്റും അതുപോലെ 10ാമത്തെ യൂണിറ്റും പിന്നെ 11ാമത്തെ യൂണിറ്റും എന്ന് പറയുന്നത് 3 കവിതകളാണല്ലേ. ഇലാക്കം അയ്യുഹൽ ഇൻസാൻ, അതുപോലെ ഇലൽ ഉലിയ ബിൽ ജുഹദ്, അൽ ഇബ്തിലാ, ഈ 3 കവിതയും നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡായിട്ട് ഓരോ കവിതയും സെപ്പറേറ്റ് നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്. അത് കേട്ടുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ അതുകൂടെ നിങ്ങൾ കേൾക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അതുപോലുള്ള സെഷനുകൾ നമ്മുടെ അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.